Good morning, dear children. Let us start with the topic empirical formula and molecular formula. എന്താണ് empirical formula? എന്താണ് molecular formula? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ empirical ഫോർമുലയും molecular ഫോർമുലയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് molecular ഫോർമുല എടുക്കാം. എക്സാമ്പിൾ molecular formula of benzene C6H6. അപ്പോൾ ബെൻസീന്റെ മോളിക്കുലർ ഫോർമുലയാണ് C6H6. ഈ ഫോർമുല അറിയാമെങ്കിൽ which gives an idea about exact number of atoms present in a molecule. ബെൻസീന്റെ മോളിക്കുലർ ഫോർമുല C6H6 ആണ്, which means one molecule of benzene contains 6 carbon atoms and 6 hydrogen atoms. അപ്പോൾ 1 മോളിക്യൂൾ ബെൻസീൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര കാർബൺ ആറ്റംസ് ഉണ്ടായിരിക്കും? 6 കാർബൺ ആറ്റംസ് ആൻഡ് 6 ഹൈഡ്രജൻ ആറ്റംസ്. അപ്പൊ നമുക്ക് എക്സാക്ട് നമ്പർ ഓഫ് കാർബണും ഹൈഡ്രജനും കണ്ടുപിടിക്കാൻ ഈ മോളിക്കുലർ ഫോർമുലയിൽ നിന്ന് കിട്ടിയല്ലോ. ദെൻ മോളിക്കുലർ ഫോർമുല ഓഫ് വാട്ടർ H2O, which means 1 molecule of water contains 2 hydrogen atom and 1 oxygen atom. Is it correct? Yes. Then molecular formula of sulfuric acid is H2SO4, which represents 1 molecule of sulfuric acid contains 2 hydrogen atom, 1 sulfur atom and 4 oxygen atoms. അപ്പോൾ മോളിക്കുലർ ഫോർമുല അറിയാമെന്നുണ്ടെങ്കിൽ ആ മോളിക്യൂളിനകത്തുള്ള എക്സാക്ട് നമ്പർ കണ്ടുപിടിക്കാൻ നമുക്ക് മോളിക്കുലർ ഫോർമുല സഹായിക്കും. അപ്പൊ മോളിക്കുലർ ഫോർമുല മീൻസ് വിച്ച് റെപ്രസെന്റ് എക്സാക്ട് നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. ദെൻ വാട്ട് ഈസ് എംപിരിക്കൽ ഫോർമുല? ബെൻസീന്റെ മോളിക്കുലർ ഫോർമുല C6H6 ആയിരുന്നു എങ്കിൽ അതിന്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മോളിക്കുലർ ഫോർമുല ബെൻസീന്റെ C6H6 ആണ്. ഈ ആറ്റത്തിന്റെ റേഷ്യോ നമ്മൾ എടുക്കുക, കാർബണിന്റെയും ഹൈഡ്രജന്റെയും കൂടെ റേഷ്യോ എടുത്താൽ 6:6 we get 1:1. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. C1H1 എന്നുള്ളതാണ് CH ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാല് സിംപ്ലസ്റ്റ് റേഷ്യോ ഓഫ് എലമെന്റ്സ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിനകത്തുള്ള ബെൻസീന്റെ മോളിക്കുലർ ഫോർമുല C6H6 ആയിരുന്നു. അതിന്റെ സിംപ്ലസ്റ്റ് റേഷ്യോയാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത് CH എന്നുള്ളത്. അതാണ് അതിന്റെ എംപിരിക്കൽ ഫോർമുല. അപ്പൊ എംപിരിക്കൽ ഫോർമുല മീൻസ് ദ സിംപ്ലസ്റ്റ് റേഷ്യോ ഓഫ് എലമെന്റ്സ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. Then molecular formula of glucose is C6H12O6. What is its empirical formula? Empirical formula means simplest ratio. So in the ratio edukka, ratio 6:12:6. We get 1:2:1. Therefore empirical formula of glucose equal CH2O. 1 ആയതുകൊണ്ട് നമ്മൾ അത് റെപ്രസെന്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ദിസ് ഈസ് ദ എംപിരിക്കൽ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ്. അപ്പം എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു? എംപിരിക്കൽ ഫോർമുല റെപ്രസെന്റ് ദ സിംപ്ലസ്റ്റ് റേഷ്യോ ഓഫ് എലമെന്റ്സ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ, ബട്ട് മോളിക്കുലർ ഫോർമുല ഗീവ്സ് an exact number of atoms present in a molecule. Okay? Then find out the empirical formula of the following compounds. First one, water H2O. What is its empirical formula? Ratio എടുക്കുകയാണെങ്കിൽ 2:1. Ratio 2:1 എന്ന് തന്നെ കിട്ടും. So empirical formula H2O. വാട്ടറിന്റെ കേസിൽ empirical formula and molecular formulas are same. Then C2H6. Ratio 2:6. 1:3.
Therefore, empirical formula of ethane, that is C2H6, is CH3. Then CaCO3 ratio എടുക്കുകയാണെങ്കിൽ 1:1:3. So empirical formula CaCO3. Here empirical formula and molecular formula are same. Then H2O, simplest ratio 2:2. We get ratio 1:1. So empirical formula HO. Okay. നെക്സ്റ്റ് നമുക്കൊരു മോളിക്യൂളിന്റെ എംപിരിക്കൽ ഫോർമുല അറിയാം. എക്സാമ്പിൾ പറഞ്ഞാൽ CH എംപിരിക്കൽ ഫോർമുലയാണ് ഒരു കോമ്പൗണ്ടിന്റെ. നമുക്കിതിനെ മോളിക്കുലർ ഫോർമുലയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മൾ ഇനി അടുത്തത് പറയാൻ പോകുന്നത്. അത് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. മോളിക്കുലർ ഫോർമുല ഈക്വൽ എംപിരിക്കൽ ഫോർമുല ഇൻറ്റു N equal molecular mass by empirical formula mass. അപ്പോൾ നമുക്കൊരു മോളിക്യൂളിന്റെ മോളിക്കുലർ മാസ് അതിന്റെ എംപിരിക്കൽ ഫോർമുലയും അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? അതിന്റെ മോളിക്കുലർ ഫോർമുല ഇക്വേഷൻ ആണ്. മോളിക്കുലർ ഫോർമുല ഈക്വൽ എംപിരിക്കൽ ഫോർമുല ഇൻറ്റു N. ഹിയർ N ഈക്വൽ മോളിക്കുലർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. എക്സാമ്പിൾ, കാൽക്കുലേറ്റ് മോളിക്കുലർ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്. അതിന്റെ എംപിരിക്കൽ ഫോർമുല നമുക്കറിയാം CH. മോളിക്കുലർ മാസും ക്വസ്റ്റ്യനകത്ത് തരുക. മോളിക്കുലർ മാസ് ഈക്വൽ 78. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കണം. മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ എന്ത് കണ്ടുപിടിക്കണം? N മോളിക്കുലർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളിക്കുലർ മാസ് ഈസ് ഗിവൺ, that is 78. Then empirical formula mass നമുക്ക് കണ്ടുപിടിക്കാം. empirical formula question ആത്തുണ്ട് CH. എങ്കിൽ അതിന്റെ empirical formula mass നമുക്ക് കണ്ടുപിടിക്കാം. empirical formula mass EFM empirical formula mass equal empirical formula CH ആണല്ലോ. നമ്മൾ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. empirical ഫോർമുലയ്ക്കകത്ത് എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 into mass of carbon 12 plus number of hydrogen 1 into mass 1 equal 12 plus 1 30. അപ്പം molecular mass അറിയാം, empirical formula mass അറിയാം. Then calculate the value of N. N equal molecular mass 78 by empirical formula mass. We get empirical formula mass 30. which is equal to 6. അപ്പോൾ എന്നിന്റെ വാല്യൂ നമുക്ക് ഇപ്പോൾ അറിയാം 6. എങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? മോളിക്കുലർ ഫോർമുല. മോളിക്കുലർ ഫോർമുല ഈക്വൽ എംപിരിക്കൽ ഫോർമുല ഇൻറ്റു N. ഹിയർ എംപിരിക്കൽ ഫോർമുല CH ഇൻറ്റു വാല്യൂ ഓഫ് N 6. ഈ ഓരോ നമ്പറിനെയും ഈ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഹിയർ number of carbon 1, so 1 into 6 we get C6. Then H, number of hydrogen 1 into 6 we get molecular formula C6H6. ഈ number of atom കൊണ്ട് നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? വാല്യൂ ഓഫ് N മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലർ ഫോർമുല. നെക്സ്റ്റ് ന്യൂമറിക്കൽസ്. അതായത് ക്വസ്റ്റ്യനകത്ത് പെർസെൻറ്റേജ് തരും. ആ കോമ്പൗണ്ടിനകത്തുള്ള എലമെന്റ്സിന്റെ പെർസെൻറ്റേജ് തരും. അത് വെച്ചുകൊണ്ട് നമുക്ക് അതിന്റെ എംപിരിക്കൽ ഫോർമുലയും കാൽക്കുലേറ്റ് ചെയ്യണം, മോളിക്കുലർ ഫോർമുലയും കാൽക്കുലേറ്റ് ചെയ്യണം. എക്സാമ്പിൾ ആണ്, എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07% hydrogen
24.27% carbon and 71.65% chlorine. Its molecular mass is 98.96 gram. What are its empirical and molecular formulas? ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 4.07% ഹൈഡ്രജൻ ആണ്, 24.27% കാർബൺ ഉണ്ട് ആൻഡ് 71.65% ക്ലോറിനുമാണ്. അതിന്റെ മോളിക്കുലാർ മാസും ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. എങ്കിൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? എംപിരിക്കൽ ഫോർമുലയും കണ്ടുപിടിക്കണം, അതിന്റെ മോളിക്കുലാർ ഫോർമുലയും കണ്ടുപിടിക്കണം. അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ എംപിരിക്കൽ ഫോർമുലയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കോളം വരച്ച് വേണം ചെയ്യാൻ എളുപ്പത്തിന്. ഫസ്റ്റ് കോളത്തിനകത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് എലമെന്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനകത്ത് ഏതൊക്കെ എലമെന്റ് തന്നിട്ടുണ്ടെന്ന് നോക്കണം. ഏതൊക്കെ എലമെന്റിന്റെ കാര്യം ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്? ഹൈഡ്രജൻ, കാർബൺ, ക്ലോറിൻ. അത് മൂന്ന് നിങ്ങൾ അങ്ങ് എഴുതുക. ക്വസ്റ്റ്യനകത്ത് പറയുന്ന ഏതൊക്കെയാണ്? കാർബൺ, പിന്നെ ഏത് പറയുന്നുണ്ട്? ഹൈഡ്രജൻ, ദെൻ ക്ലോറിൻ. അപ്പം തന്നിട്ടുള്ള എലമെന്റിന്റെ കാര്യം നമ്മൾ എഴുതി. അടുത്തത് പെർസെന്റേജ് കോമ്പോസിഷൻ. ഈ ഓരോ എലമെന്റിന്റെയും പെർസെന്റേജ് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് കോളം എലമെന്റ്, തന്നിട്ടുള്ള എലമെന്റ് ഏതൊക്കെയാണെന്ന് എഴുതി. നെക്സ്റ്റ് പെർസെന്റേജ് കോമ്പോസിഷൻ. ഈ ഓരോ എലമെന്റിന്റെയും പെർസെന്റേജ് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കും. കാർബണിന്റെ പറയുന്നുണ്ട് 24.27% കാർബൺ. അപ്പൊ പെർസെന്റേജ് കോമ്പോസിഷൻ ഓഫ് കാർബൺ 24.27. Then hydrogen. Compound contain 4.07% hydrogen. About percentage composition of hydrogen 4.07. Then chlorine 71.65% chlorine. ആദ്യമേ നമ്മൾ ഫസ്റ്റ് കോളം എലമെന്റ്, ദെൻ അതിന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ, നെക്സ്റ്റ് കോളം അറ്റോമിക് വെയിറ്റ്. ഓരോന്നിന്റെയും അറ്റോമിക് വെയിറ്റ് എഴുതുക. അറ്റോമിക് വെയിറ്റ് ഓഫ് കാർബൺ 12, ഹൈഡ്രജൻ 1, ക്ലോറിൻ 35.5. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് കോളത്തിനകത്ത് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ള എലമെന്റ് ഏതൊക്കെ എലമെന്റ് ആണെന്ന് വെച്ചാൽ അത് എഴുതുക. ഹിയർ എലമെന്റ്സ് ആർ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ. ദെൻ അതിന്റെ പെർസെന്റേജ്. ദെൻ തേർഡ് കോളം അറ്റോമിക് വെയിറ്റ്. ദെൻ ഫോർത്ത് കോളത്തില് ഓരോ എലമെന്റിന്റെയും പെർസെന്റേജിനെ അറ്റോമിക് വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നെക്സ്റ്റ് കോളം പെർസെന്റേജ് കോമ്പോസിഷൻ ബൈ അറ്റോമിക് വെയിറ്റ്. ഫസ്റ്റ് കാർബൺ പെർസെന്റേജ് 24.27 by atomic weight 12. Then hydrogen percentage 4.07 by atomic weight 1. Then chlorine percentage 71.65 by 35.5. ഇത്രയും ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് എലമെന്റ് എഴുതി, സെക്കൻഡ് കോളത്തിൽ ഓരോന്നിന്റെയും പെർസെന്റേജ് എഴുതി, തേർഡ് കോളം അറ്റോമിക് വെയിറ്റ്, ഫോർത്ത് കോളത്തിൽ ഓരോ എലമെന്റിന്റെയും പെർസെന്റേജിനെ അറ്റോമിക് വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം കാർബണിന്റെ പെർസെന്റേജ് 24.27, അറ്റോമിക് വെയിറ്റ് 12. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 2.02. ദെൻ ഹൈഡ്രജൻ percentage 4.07 by atomic weight 1, we get 4.07. Then chlorine 71.65% divided by atomic weight 35.5, we get 2.02. Then simple ratio. ഫോർത്ത് കോളത്തിൽ നമുക്ക് ഇതിന്റെ സിമ്പിൾ റേഷ്യോ കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കണം, സിമ്പിൾ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഇപ്പം പെർസെന്റേജിനെ അറ്റോമിക് വെയിറ്റ് കൊണ്ട് ഓരോന്നിന്റെയും ഡിവൈഡ് ചെയ്തപ്പോൾ 3 നമ്പർ കിട്ടി. കാർബണിന്റെ 2.02, ഹൈഡ്രജന്റെ 4.07, ക്ലോറിൻ 2.02. ഈ 3 നമ്പറിലും
ഏതാണ് ഏറ്റവും ചെറിയ നമ്പർ എന്ന് നോക്കണം. സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇപ്പൊ ഇത് മൂന്നും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ രണ്ട് കേസിൽ 2.02 ആണ്, ഒരിടത്ത് 4.07. സോ സിംപ്ലസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 2.02 ആണല്ലോ. അപ്പോൾ ഈ സിംപ്ലസ്റ്റ് നമ്പർ കൊണ്ട് നമുക്ക് ഈ കിട്ടിയ നമ്പറിനെ ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് കേസ് പെർസെൻറ്റേജ് ബൈ അറ്റോമിക് വെയിറ്റ് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2.02. അതിനെ ഈ മൂന്ന് നമ്പറിലെയും സ്മോളസ്റ്റ് നമ്പർ ഏത് തന്നെ വരുന്നത് 2.02. ദെൻ ഹൈഡ്രജന്റെ കേസിൽ പെർസെൻറ്റേജ് ബൈ അറ്റോമിക് വെയിറ്റ് ചെയ്തപ്പം കിട്ടിയത് 4.07. അതുകൊണ്ട് സ്മോളസ്റ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സ്മോളസ്റ്റ് നമ്പർ 2.02. ദെൻ ഇൻ ദ കേസ് ഓഫ് ക്ലോറിൻ വാല്യൂ 2.02 തന്നെയാണ്, സ്മോളസ്റ്റ് നമ്പറും 2.02. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്തപ്പം കിട്ടുന്ന നമ്പർ 2.02 by 2.02 ഈക്വൽ 1 തന്നെ വരും. ദെൻ 4.07 by 2.02 2.01 എന്ന് കിട്ടി. ദെൻ 2.02 by 2.02 1. ഇനി നമുക്ക് ഇതിനെല്ലാം ഫസ്റ്റും തേർഡും കേസിൽ ഹോൾ നമ്പർ ആയിട്ട് തന്നെ കിട്ടിയേക്കുന്നത്. പക്ഷേ സെക്കൻഡ് കേസിൽ നമുക്കൊരു ഹോൾ നമ്പർ അല്ല കിട്ടിയത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനെ ഹോൾ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അടുത്ത കോളം ഹോൾ നമ്പർ റേഷ്യോ. ഇവിടെ ഓൾറെഡി ഹോൾ നമ്പർ ആയിട്ട് തന്നെ കിട്ടിയേക്കുന്നതുകൊണ്ട് അപ്പൊ ഇവിടെ എന്തെന്ന് തന്നെ വരും 1. ഇനി 2.01 വന്നാൽ നമുക്ക് അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് 2 ആയിട്ട് തന്നെ എടുക്കാം. ദെൻ 1 ഇവിടെ ഹോൾ നമ്പർ ആയിട്ട് തന്നെ കിട്ടിയേക്കുന്നത്. അപ്പൊ ഇപ്പൊ നമുക്കെല്ലാം ഹോൾ നമ്പർ ആയിട്ട് തന്നെ കിട്ടിയല്ലോ. 2 അതുപോലെ 1.99 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ റൗണ്ട് ഓഫ് ചെയ്ത് എന്തായിട്ട് എടുക്കാൻ 2 ആയിട്ട് എടുക്കാം. അങ്ങനെ ഹോൾ നമ്പറിലാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് എന്താക്കി മാറ്റുക, ഹോൾ നമ്പർ ആക്കി മാറ്റുക. അപ്പൊ ഇപ്പൊ നമുക്ക് ഹോൾ നമ്പർ റേഷ്യോ കിട്ടിയല്ലോ. ഇനി ഈ റേഷ്യോ വെച്ചുകൊണ്ട് നമുക്ക് അതിന്റെ എന്തെഴുതാൻ പറ്റും, എംപിരിക്കൽ ഫോർമുല എഴുതാൻ പറ്റും. നെക്സ്റ്റ് എംപിരിക്കൽ ഫോർമുല എംപിരിക്കൽ ഫോർമുല ഈക്വൽ കാർബണിന്റെ ഹോൾ നമ്പർ റേഷ്യോ 1 ആണെന്നല്ല കിട്ടിയത്. എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് റേഷ്യോയാ. ആ റേഷ്യോ ആണ് നമുക്കിപ്പോ ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പൊ കാർബൺ റേഷ്യോ 1, ദെൻ ഹൈഡ്രജൻ റേഷ്യോ 2, ദെൻ ക്ലോറിൻ റേഷ്യോ 1. എംപിരിക്കൽ ഫോർമുല CH2Cl. അപ്പൊ നമുക്കിപ്പം ഫസ്റ്റ് പാർട്ട് കിട്ടി, എംപിരിക്കൽ ഫോർമുല കിട്ടി. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, മോളിക്കുലാർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യണം. എംപിരിക്കൽ ഫോർമുല നമുക്ക് കിട്ടി CH2Cl. ദെൻ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, മോളിക്കുലാർ ഫോർമുല. മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ എന്തായിരുന്നു, എംപിരിക്കൽ ഫോർമുല ഇൻറ്റു N. അപ്പൊ ആദ്യമേ നമുക്ക് ഇനി N കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. N കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നു, N is equal to molar mass by empirical formula mass. Molar mass is given in the problem, that is 98.96 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്തുകൂടെ കാൽക്കുലേറ്റ് ചെയ്യണം, എംപിരിക്കൽ ഫോർമുല മാസ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. എംപിരിക്കൽ ഫോർമുല മാസ് ഈക്വൽ, എംപിരിക്കൽ ഫോർമുല അറിയാം, CH2Cl, നമ്പർ ഓഫ് കാർബൺ 1 into mass of carbon 12 plus number of hydrogen 2 into mass 1 plus number of chlorine 1 into mass 35.5. We get 12 plus 2 plus 35.5 which is equal to empirical formula mass equal 49.5. അപ്പൊ എംപിരിക്കൽ ഫോർമുല മാസ് നമുക്കിപ്പോ അറിയാം, മോളിക്കുലാർ മാസ് അറിയാം. ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, N കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. N ഈക്വൽ മോളിക്കുലാർ മാസ് 98.96 divided by empirical formula mass 49.5. By N equal 98.96 by 49.5 equal
1.99 എന്ന് കിട്ടും. അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് നമുക്ക് 2 ആക്കി എടുക്കാം. 1.99 വന്നു കഴിഞ്ഞാൽ റൗണ്ട് ഓഫ് ചെയ്ത് നമുക്ക് എന്താക്കാം? 2. അപ്പൊ എന്നിന്റെ വാല്യൂ കിട്ടി. എംപിരിക്കൽ ഫോർമുല അറിയാം. എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? മോളിക്കുലാർ ഫോർമുല. മോളിക്കുലാർ ഫോർമുല ഈക്വൽ എംപിരിക്കൽ ഫോർമുല. എംപിരിക്കൽ ഫോർമുല CH2Cl into N2 which is equal to number of carbon atom 1. ആ 1 കൊണ്ട് 2 മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 2 2 2 into 2 4 and Cl 1 into 2 2. This is the molecular formula of the compound. Empirical formula നമുക്ക് കിട്ടി, molecular formula കിട്ടി. Next, determine the empirical formula of an oxide of iron which has 69.9% iron and 30.1% dioxygen by mass. അപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു കോമ്പൗണ്ട്, അയണിന്റെ ഒരു കോമ്പൗണ്ട് which contains 69.9% iron. അയണിന്റെ പെർസെന്റേജ് അതിനകത്ത് തന്നിട്ടുണ്ട് 69.9 and 30.1% dioxygen, that is oxygen. എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എംപിരിക്കൽ ഫോർമുല. അപ്പൊ നമ്മൾ പറഞ്ഞു എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ കോളം വൈസ് ആ ചെയ്യുന്നത്. ഫസ്റ്റ് കോളത്തിനകത്ത് നമ്മൾ എന്തുമായിരുന്നു കൊടുക്കുന്നത്? എലമെന്റ്. ഇവിടെ ഏതൊക്കെ എലമെന്റിന്റെ കാര്യം പറയുന്നുണ്ട്? അയണും പിന്നെ ഓക്സിജനും. ഡയോക്സിജൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ. അപ്പൊ ഏതൊക്കെ എലമെന്റ് ആണ്? അയൺ ഉണ്ട്, ഓക്സിജൻ. സെക്കൻഡ് കോളം എന്തായിരുന്നു? പെർസെന്റേജ്. പെർസെന്റേജ് കോമ്പോസിഷൻ ഓരോന്നിന്റെയും പറയുന്നുണ്ട്. പെർസെന്റേജ് ഓഫ് അയൺ 69.9, then oxygen 30.1. next column atomic weight. Atomic weight of iron 56, then oxygen 60. So first column element ആയി, second percentage ആയി, third column അതിന്റെ atomic weight ആയി, fourth column നമ്മൾ എന്തായിരിക്കും? percentage divided by atomic weight. Atomic weight. Percentage of iron 69.9 by weight 56. Then oxygen percentage 30.1 divided by 60. We get percentage composition divided by atomic weight. Iron 1.2, then oxygen 1.8. Next എന്തായിരുന്നു? simple ratio. എങ്ങനെയായിരുന്നു നമ്മൾ സിമ്പിൾ റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്? എലമെന്റ്, ഓരോ എലമെന്റിന്റെയും പെർസെന്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് വെയിറ്റ് ചെയ്ത നമ്പർ നോക്കുക. അതിനകത്തെ സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ രണ്ട് എലമെന്റേ ഉള്ളൂ, അയണും ഓക്സിജനും. അയണിന്റെ കേസിൽ പെർസെന്റേജ് ബൈ അറ്റോമിക് വെയിറ്റ് നമുക്ക് കിട്ടിയ വാല്യൂ 1.2, ഓക്സിജൻ 1.8. രണ്ടുകൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ സ്മോളസ്റ്റ് നമ്പർ 1.2 ആണ്. അപ്പൊ ഈ 1.2 കൊണ്ട് ഈ രണ്ട് നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. സിമ്പിൾ റേഷ്യോ കണ്ടുപിടിക്കാൻ 1.2 by 1.2 we get 1. Then oxygen 1.8 divided by 1.2 which is equal to 1.5 എന്ന് നമുക്ക് കിട്ടും. അപ്പം രണ്ട് കേസിലെയും സിമ്പിൾ റേഷ്യോ കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഹോൾ നമ്പർ റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇവിടെ ഓൾറെഡി നമുക്ക് കിട്ടിയത് ഒരു ഹോൾ നമ്പർ തന്നെ. അപ്പം 1 ആയിട്ട് തന്നെ നമുക്ക് എഴുതാമല്ലോ. പക്ഷെ ഇവിടെ കിട്ടിയത് 1.5 ആണ്. ഈ 1.5 വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഹോൾ നമ്പറിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ 1.5ന്റെ നെക്സ്റ്റ് ഹോൾ നമ്പർ ഏതാണെന്ന് നോക്കുക. 1.5ന്റെ നെക്സ്റ്റ് ഹോൾ നമ്പർ എന്ന് പറയുന്നത് 2 ആണല്ലോ. ഈ 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് 1.5 ആ വരുന്നതെങ്കിൽ 1.5ന്റെ നെക്സ്റ്റ് ഹോൾ നമ്പർ 2 ആണ്. ആ 2 കൊണ്ട് ഈ 1.5നെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഹോൾ നമ്പർ കണ്ടുപിടിക്കാം. 1.5 into 2 നമുക്ക് 3 എന്ന് കിട്ടും.
വെറുതെ ഒരു 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂവിന് വ്യത്യാസം വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജനെ നമ്മൾ 1.5 ഇൻറ്റു 2 കൊടുത്തെങ്കിൽ അയണിനെ എന്ത് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം 2, വാല്യൂവിന് ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടി. അപ്പൊ നമുക്കിവിടെ എന്തെന്ന് കിട്ടും 2. 2.5 ആ വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഹോൾ നമ്പർ 3 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആ എലമെന്റിനെ ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് വാല്യൂ ചേഞ്ച് വരും. അപ്പൊ ഇവിടെ 1.5 വന്നത് കൊണ്ട് നെക്സ്റ്റ് ഹോൾ നമ്പർ 2 ആണ്. ആ 2 കൊണ്ട് ഓക്സിജന്റെ നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത്, ദാറ്റ് ഈസ് 1.5 ഇൻറ്റു 2 കൊടുത്തു. അതുകൊണ്ട് അയണിന്റെ ഹോൾ നമ്പറിനെയും നമ്മൾ എന്തുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം 2 കൊണ്ട്. അപ്പൊ നമുക്കിപ്പം റേഷ്യോ കിട്ടിയല്ലോ. സിമ്പിൾ റേഷ്യോ അയൺ 2 എന്നും കിട്ടി, ഓക്സിജൻ 3 എന്നും വന്നു. അപ്പൊ നമുക്ക് ഇനി എംപിരിക്കൽ ഫോർമുല എഴുതാമല്ലോ. എംപിരിക്കൽ ഫോർമുല സിംപ്ലസ്റ്റ് റേഷ്യോ അത് കിട്ടിക്കഴിഞ്ഞു. അയൺ 2, ഓക്സിജൻ 3. എംപിരിക്കൽ ഫോർമുല Fe2O3. ദിസ് ഈസ് ദ എംപിരിക്കൽ ഫോർമുല. ഇനി മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കണമായിരുന്നു എങ്കിൽ ക്വസ്റ്റിനകത്ത് മോളിക്കുലാർ മാസ് തന്നേനെ. ഇതിന്റെ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് n കിട്ടും. n കൊണ്ട് ഈ ഓരോ വാല്യൂവിനെയും മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ മോളിക്കുലാർ ഫോർമുല കിട്ടിയേനെ. ഓക്കെ.